ഇന്ന് എല്ലാവരുടെ ദാമ്പത്യ ജീവിതം എടുത്തു നോക്കിയാൽ ആരും ഇന്ന് 100% സക്സസ്ഫുൾ അല്ലാന്നേ. എല്ലാവരുടെ ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്. ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ബാലുശ്ശേരിയിലെ ഒരു പാവം പ്രവാസിയുടെ ദുരവസ്ഥയെക്കുറിച്ചാണ്. എല്ലാം നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടതാണ്. നല്ലൊരു സുമുഖനായ ചെറുപ്പക്കാരൻ, ഒരു പ്രശ്നത്തിനും പോവാത്ത നല്ലൊരു സൽസ്വഭാവിയായ ചെറുപ്പക്കാരൻ, കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു യുവാവ്. ആ യുവാവിന് സംഭവിച്ചത് ഓർക്കുമ്പോൾ വല്ലാതെ നമുക്ക് സങ്കടം വരികയാണ്. അയാളുടെ നെഞ്ചു പൊട്ടുന്ന ആ ഒരു വാക്ക് ഇന്ന് എല്ലാ മലയാളികളുടെയും ഹൃദയത്തെ തകർക്കുകയാണ്. ഒരു ഉപ്പാന്റെ നോവ്. നമ്മുടെ നാട്ടിൽ തന്നെ സാധാരണ ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. 8 വർഷം മുമ്പാണ് വിവാഹം കഴിയുന്നത്. വിവാഹം കഴിഞ്ഞ് അവർക്ക് നല്ലൊരു ആൺകുട്ടിയും ജനിച്ചു. വിവാഹം കഴിഞ്ഞതോടുകൂടി ചിലവുകൾ വർദ്ധിക്കുകയാണ്. ജീവിക്കാൻ പറ്റാതാവുകയാണ്. കടങ്ങളും കടബാധ്യതകളും ഏറുമ്പോൾ സാധാരണ എല്ലാവരും ചിന്തിക്കാറ് അങ്ങ് പ്രവാസ ലോകത്തെക്കുറിച്ചാണ്. വേറെ വഴിയില്ല. ആരും ഇഷ്ടം കൊണ്ട് പോകുന്നല്ല പ്രവാസ ലോകത്തേക്ക്. നമ്മളെ സന്തോഷിപ്പിക്കാൻ, നമുക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ അവരുടെ ജീവിതം അവർ ഹോമിക്കുകയാണ്. ഇന്ന് പ്രവാസിയെക്കുറിച്ച് പറഞ്ഞാൽ ഏറെ സങ്കടമാണ്. അവരുടെ കാര്യം ഓർക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ മനസ്സ് നൊന്തുപോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇന്ന് ജീവനുമില്ല, ജീവിതവുമില്ലാത്ത അവസ്ഥ. നിങ്ങൾക്കറിയാം, ഇന്ന് എത്ര പ്രവാസികളാണ് വിഷമങ്ങളും പ്രയാസങ്ങളും ടെൻഷനുകളും കാരണം അറ്റാക്കായി മരണപ്പെട്ട് പെട്ടിയിലാക്കി ഇങ്ങോട്ടേക്ക് കൊടുത്തയക്കുന്നത്. പടച്ചറബ്ബ് എല്ലാ പ്രവാസികളെയും തൊട്ട് കാക്കുമാറാകട്ടെ ആമീൻ. നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ ആമീൻ. വിവാഹം കഴിഞ്ഞതോടെ ഇവിടുത്തെ ജോലി കൊണ്ട് അവന് ജീവിക്കാൻ പറ്റാതെയായി. അങ്ങനെ ഒരു വിസ എടുത്ത് അങ്ങ് സൗദി അറേബ്യയിലേക്ക് പോവുക. മകൻ്റെയും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെയും അവൻ്റെ കുടുംബത്തിൻ്റെയും നല്ലൊരു ജീവിതത്തിന് വേണ്ടി അവൻ സ്വയം ഹോമിക്കുകയാണ് അവൻ്റെ ജീവിതം തന്നെ. 4 വർഷം അവർ സന്തോഷത്തോടെ ജീവിച്ചു. ബാക്കിയുള്ള 4 വർഷം അങ്ങ് സൗദി അറേബ്യയിലായിരുന്നു. അതിനിടയിൽ 2 വർഷം മുമ്പ് നാട്ടിൽ വന്നു. തിരിച്ച് വീണ്ടും പ്രവാസ ലോകത്തേക്ക് തന്നെ തിരിച്ചുപോയി. പോയിട്ട് 2 വർഷമായി. അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു. കുടുംബത്തിലും പ്രശ്നമില്ലായിരുന്നു. നല്ല സന്തോഷമുള്ള ജീവിതം തന്നെയായിരുന്നു. നിങ്ങൾ പറയുന്നത് പോലെ സംശയിക്കാൻ മാത്രം അവരുടെ ജീവിതത്തിൽ ഒന്നുമില്ലായിരുന്നു. ഇയാൾ 4 വർഷം പ്രവാസ ലോകത്ത് നിന്നും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ഈ പെണ്ണ് മറ്റാർക്കോ വേണ്ടി ചെലവഴിക്കുകയായിരുന്നു. പാവം പ്രവാസി എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഇല്ല. ഒടുവിൽ അയാളുമായി ഒളിച്ചോടുകയും ചെയ്തു. ആ പ്രവാസി നാട്ടിൽ വരാനിരിക്കുകയായിരുന്നു. നാട്ടിൽ വരുന്നുണ്ട് എന്നറിഞ്ഞതും ആ പെണ്ണ് കയ്യിൽ കിട്ടാവുന്നതൊക്കെ എടുത്ത് വീട്ടിൽ കള്ളം പറഞ്ഞ് സ്ഥലം വിടുകയായിരുന്നു. ഈ വാർത്ത കേട്ട ആ ഒരു പ്രവാസിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നെഞ്ചു പൊട്ടിക്കൊണ്ട് മാധ്യമങ്ങളോട് അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടതാണ്, ഞാനിവിടെ കേൾപ്പിക്കുന്നില്ല. ഈ വിവരം അറിഞ്ഞ് തകർന്ന മനസ്സുമായാണ് ആ ഒരു പ്രവാസി ഇവിടെ എത്തുന്നത്. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് മറ്റൊന്നുമല്ല, എൻ്റെ ഭാര്യയും എൻ്റെ മകനെയും എനിക്ക് നഷ്ടമായിട്ടുണ്ട്, കാണാതായിട്ടുണ്ട്. അതിലക്കമിട്ട് പറയുന്നത് എൻ്റെ മകനെ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. ഭാര്യയുടെ കാര്യം അവിടെ പറഞ്ഞു വെക്കുന്നില്ലായിരുന്നു. അവിടെയാണ് ആ ഒരു പ്രവാസി പറയാതെ പറഞ്ഞു വെക്കുന്നത്. അതിലെല്ലാമുണ്ട്. നമുക്ക് മനസ്സിലാക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനും ഭാര്യയും തമ്മിൽ ഒരു പ്രശ്നമില്ലെന്നും കുടുംബത്തിൽ അവൾ ഇതുപോലെ പോകാൻ മാത്രം ഒരു പ്രശ്നവും അവിടെ നടന്നിട്ടില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ആവർത്തിച്ച് പറയുന്നത് എൻ്റെ മകനെ എങ്ങനെയെങ്കിലും കണ്ടെത്തിത്തരണമെന്ന്. ഭാര്യയുടെ കാര്യം അവിടെ പറയുന്നേ ഇല്ലായിരുന്നു. ഇത് നമുക്ക് 2 വിധത്തിൽ സംശയിക്കാവുന്നതാണ്. പക്ഷെ ആളുകളുടെ നോട്ടം ഒന്നിലായിരുന്നു. ഇവൾ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അവളെ നമുക്ക് സംശയിക്കാം. വസ്ത്രങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 12-13ഓളം സ്വർണവും. അത് അവളുടെ സ്വർണമായിരിക്കാം. അവളുടെ ദേഹത്തിട്ടാൽ തന്നെ അത് 13 പവനായി, ചിലപ്പോൾ അതിൽ കൂടുതൽ വരാം. അത് അവളുടെ സ്വർണമാണ്. പക്ഷെ അവൾ വസ്ത്രം എടുത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പോവുകയാണെങ്കിൽ മകനെ എന്തിനു കൂട്ടി? ആ കുടുംബത്തിൽ തന്നെ ആക്കാമായിരുന്നില്ലേ? ഒരുപാട് ചോദ്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഇങ്ങനെയൊക്കെ നമ്മൾ പടച്ചു വിടുമ്പോൾ ഒരുപാട് നമ്മൾ ചിന്തിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. സാധാരണ ഇങ്ങനെയുള്ള ഒളിച്ചോട്ടങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസ് കണ്ടെത്താറുണ്ട്, 2-3 ദിവസം കൊണ്ട്. ഇതിപ്പോൾ ഇന്നേക്ക് 10 ദിവസമായി. ചിന്തിക്കേണ്ടതുണ്ട്, എവിടെ പോയി? ഇനി വല്ലതും പറ്റിയിട്ടുണ്ടാവോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു ഭാഗം മാത്രം കേട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പടച്ചു വിടുമ്പോൾ മറുഭാഗം കൂടി നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. എത്രയും പെട്ടെന്ന് ആ കുട്ടിയെയും ഉമ്മയും കണ്ടെത്താനാവട്ടെ എന്ന് ദുആ ചെയ്യാം. അതിനുശേഷമായിക്കൂടെ ബാക്കിയൊക്കെ. ഭാരിച്ച പണിയൊക്കെ നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ? കണ്ടെത്താൻ ഇവിടെ നിയമമുണ്ട്, പോലീസുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്നില്ല എന്നല്ല, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്.
നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അറിയാതെ ഒന്നും പടച്ചു വിടരുത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലുള്ള മിസ്സിംഗ് കേസുകൾ 3-4 ദിവസം കൊണ്ട് കണ്ടെത്താറുണ്ട്. അല്ലെങ്കിൽ അവർ തന്നെ നിയമത്തിൻ്റെ മുന്നിൽ കീഴടങ്ങാറുണ്ട്. അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവരവരുടെ ഇഷ്ടമുള്ള ആളുടെ കൂടെ പോയി. അതിന് നിയമം എതിര് നിൽക്കുകയുമില്ല. അതവർക്കറിയാം അല്ലേ? പിന്നെ എന്തിനാ അവർ ഇത്ര നാൾ ഒളിച്ചു നിൽക്കേണ്ട ആവശ്യം? അവളുടെ ഇഷ്ടമുള്ള ആളുടെ കൂടെ ഇറങ്ങിപ്പോയതാണ്. അതിന് നിയമം എതിര് നിൽക്കുകയുമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയും സംശയിച്ചൂടെ? അവൾക്ക് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്, ആരോ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടാവാം. ഇങ്ങനെയൊന്നും ആളുകൾ ചിന്തിക്കുന്നില്ല. എടുത്തിടും പോലെ ആളുകൾ ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള ഓരോ നെഗറ്റീവുകളാണ്. പടച്ചറബ്ബ് കുഞ്ഞിനെയും ഉമ്മയെയും കാക്കുമാറാകട്ടെ. കഴുകന്മാരുള്ള നാടാണ് നമ്മുടെ നാട്. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ സംഭവിക്കുന്നില്ല എന്നല്ല, ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒളിച്ചോടിപ്പോയ ഒരു പെണ്ണും നല്ല രീതിയിൽ ജീവിക്കുന്നതായി നമ്മുടെ അറിവിലില്ല. ഉണ്ടാവാം 1-2, ബാക്കിയുള്ളവരുടെയൊക്കെ ജീവിതം ഭീകരമായ അവസ്ഥയിലായിരുന്നു. സ്വയം ജീവനൊടുക്കിയും കൊലപ്പെടുത്തിയും റോഡിൽ ഉപേക്ഷിച്ചും അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ കിട്ടട്ടെ. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതുപോലുള്ള പ്രവാസികളുടെ കുടുംബത്തെ തകർക്കാൻ നമ്മുടെ ചുറ്റും കഴുകന്മാരുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. മുമ്പൊക്കെ റീചാർജ് ചെയ്യാൻ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കണമായിരുന്നു. ആ ഫോൺ വഴിയാണ് ബന്ധപ്പെടാറ്. ഒന്നും ഉണ്ടാവില്ല ചോദിക്കാൻ, സുഖമല്ലേ, എന്തുണ്ട്, പിന്നെ അടുപ്പത്തിലാകുകയും ഇഷ്ടത്തിലാവുകയും എൻ്റെ ഭർത്താവിലില്ലാത്ത എന്തോ അയാൾക്കുണ്ടെന്ന് നമ്മളെ തോന്നിപ്പിക്കുകയും നമുക്ക് തോന്നുകയും പിന്നെ അയാളുമൊത്ത് ജീവിക്കാൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യും. മിക്ക ആളുകളും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. നമ്മുടെ ആളെന്നെ അവസാനം പിച്ചി ചീന്തി കുടുംബത്തിലേക്ക് തന്നെ തിരിച്ചു വരും. ഇതിനൊക്കെ സ്വീകരിക്കാൻ കുടുംബത്തിൽ ഒരാളുണ്ടാകും, നമ്മുടെ ഉമ്മ, നമ്മുടെ പെറ്റുമ്മ. ആര് നമ്മളെ തള്ളിപ്പറഞ്ഞാലും എന്ത് പിച്ചി ചീന്തിയാലും നമ്മുടെ പെറ്റുമ്മ നമ്മളെ സ്വീകരിക്കും. പെറ്റുമ്മയുടെ നെഞ്ചത്ത് ചവിട്ടിയാണ് അവൾ പോയിട്ടുണ്ടാവുക. പക്ഷെ അവൾക്കറിയാം എൻ്റെ ഉമ്മ എന്നെ തള്ളിക്കളിയില്ല എന്ന്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, പെറ്റുമ്മയെ വേദനിപ്പിച്ചാൽ പെറ്റുമ്മ പുറത്തു തരും. പക്ഷെ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ഒരാളുണ്ടങ്ങ്, അയാൾ നിങ്ങൾക്ക് പുറത്തു തരില്ല. ഈ ദുനിയാവിൽ നിന്നും അനുഭവിപ്പിച്ചിട്ടേ അങ്ങ് ആഖിറത്തിലുള്ള ശിക്ഷ നിങ്ങൾക്ക് നൽകുകയുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ചോ. ഉമ്മയോട് കളിക്കുമ്പോൾ ശ്രദ്ധിച്ചേ മതിയാകൂ, സൂക്ഷിച്ചേ മതിയാകൂ നമ്മുടെ ഉമ്മയെ, പെറ്റുമ്മയെ. ഉമ്മ എത്രയും പെട്ടെന്ന് നമുക്ക് പുറത്തു തരും. പക്ഷെ പടച്ച റബ്ബ് പുറത്തു തരില്ല. പ്രവാസികളുടെ കുടുംബം തകർക്കാൻ ചുറ്റും കഴുകന്മാരുണ്ട്. അതിലൊന്നും പെടാതിരിക്കുക. ഇതൊക്കെ അക്കരെ പച്ചയാണ്, തോന്നുന്നതാണ് നമുക്ക്. നമ്മുടെ ഭർത്താവിലില്ലാത്ത എന്ത് സുഖമാണ് മറ്റൊരാളിലുള്ളത്? അതെങ്കിലും നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് നാട്ടുകാർക്ക് തന്നെ ഇടപെടാൻ പേടിയാണ്. ഇടപെട്ടവർ കുടുങ്ങിപ്പോകും. ഒന്നാമത് പെണ്ണിൻ്റെ പ്രശ്നമാകുമ്പോൾ അവർ കാലുമാറും. പിന്നെ പറയും ഇവനാണ് എന്നെ ഇടങ്ങാറാക്കുന്നതെന്ന്. ആ ഒരു അവസ്ഥയിലേക്ക് വരാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് സാധാരണ നാട്ടുകാർ ഇടപെടാറില്ല. പ്രവാസിയുടെ വീട്ടിൽ ആരോ വന്നോട്ടെ, ആരോ പോയിക്കോട്ടെ, ചോദിക്കാനും പോകില്ല, പറയാനും പോകില്ല. പറഞ്ഞ ആള് കുടുങ്ങും. പിന്നെ എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആരോടെങ്കിലും ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ഇതുപോലെ പറയിപ്പിക്കരുത്. ഇവിടെ നിയമമുണ്ട്. നിയമപരമായിട്ട് നിങ്ങൾക്ക് പോകാമല്ലോ. ആരും ഇതിനെതിരെ നിൽക്കില്ല. മാന്യമായി പോകാമല്ലോ. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ആവാതിരിക്കട്ടെ ഈ ഒരു സംഭവം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഒളിച്ചോട്ടം ഇത്രയും അധികം കണ്ടെത്താൻ സമയമെടുക്കുന്നത് ഇതാദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സംശയം തുടങ്ങിയത്. സാധാരണ 3-4 ദിവസം കൊണ്ട് അവർ നിയമത്തിന്റെ മുന്നിൽ വരേണ്ടതാണ്. അല്ലെങ്കിൽ പോലീസുകാർ തന്നെ കണ്ടുപിടിക്കുന്നതാണ്. ഇത് എന്താണെന്ന് നമുക്കറിയില്ല. അറിയാതെ നമ്മൾക്കൊന്നും പറയാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നത്. എത്രയെത്ര പ്രവാസികളുടെ ഭാര്യമാണ് ഇതുപോലെ പോയത്. ആ കണ്ണിലൂടെയാണ് ആളുകൾ കാണുന്നത്. എല്ലാം നമുക്ക് ഒരുപോലെ കാണാൻ സാധിക്കില്ലല്ലോ. മറുവശം കൂടി നമുക്ക് കേൾക്കണ്ടേ? സാധാരണ ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. ഇന്ന് എല്ലാവരുടെ ദാമ്പത്യ ജീവിതം എടുത്തു നോക്കിയാൽ ആരും ഇന്ന് 100% സക്സസ്ഫുൾ അല്ലാന്നേ. എല്ലാവരുടെ ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്. ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പടച്ച റബ്ബിന്റെ മുന്നിൽ സഹിച്ചും പുറത്തും നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അതാണ് നമ്മുടെ ടാസ്ക്. എല്ലാവരുടെ മുന്നിലും ഈഗോ ഉണ്ടാകും. അതൊക്കെ അങ്ങ് കളഞ്ഞേക്കാം. സ്നേഹിച്ച് ജീവിക്കുക. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങിക്കുക. വഞ്ചന കാണിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് മാന്യമായി പിരിയുക. അതിനുള്ള ഓപ്ഷൻ നമ്മുടെ നിയമം തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഭയക്കേണ്ട ആവശ്യം? ഒരു പുരുഷൻ ഇത്രയേറെ മനം പൊട്ടി പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. ആ ചങ്ങായി എത്ര വേദനിച്ചാണ് ആ മാധ്യമങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞത്. ഇന്ന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അവരവർക്ക് തോന്നുന്ന കാര്യങ്ങൾ
സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചിങ്ങനെ പറയുകയാണ്, അരുത്, അങ്ങനെ ചെയ്യരുത്. അവർ കിട്ടട്ടെ, അവരെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് പ്ലീസ് ആരെങ്കിലും ഈ കുട്ടിയെ കാണുകയാണെങ്കിൽ നിയമത്തിൻ്റെ മുന്നിലെത്തിക്കുക. എല്ലാവരും ദുആ ചെയ്യുക. ഞാനും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.